ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ അടക്കി വാണിരുന്ന നമ്മുടെ രാജ്യത്ത് അഴിമതി വിരുദ്ധ ആശയവുമായി തുടക്കമിട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഇന്ത്യയിലെ പ്രമുഖ അഴിമതി വിരുദ്ധ വിവരാവകാശ പ്രവർത്തകനും മുൻ ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥനുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണിത്. നിലവിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ മാറ്റം വരുത്തണമെന്ന ആഗ്രഹമുള്ള ഏതൊരാൾക്കും പാർട്ടിയിലേക്ക് വരാമെന്നതായിരുന്നു കെജ്രിവാളിന്റെയും പാർട്ടിയുടെയും നിലപാട്. തുടക്കകാലത്ത് വലിയ ഓളമുണ്ടാക്കാൻ കഴിഞ്ഞ പാർട്ടിക്ക് പിന്നീട് വലിയ പടികുഴിയിലേക്ക് വീഴുകയായിരുന്നു. മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാൾ ജയിലിലായതുൾപ്പെടെ വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. ഒരു കാലത്ത് പാർട്ടിയുടെ മുഖമായ രാജ്യസഭാ എം.പി. രാഘവ് ഛദ്ദയും മറ്റ് 6 എം.പിമാരും BJPയിൽ ലയിക്കുമെന്ന് നടത്തിയ പ്രഖ്യാപനം ഇപ്പോൾ കെജ്രിവാളിന്റെ പാർട്ടിക്കുണ്ടായ ഒടുവിലത്തെ തിരിച്ചടിയാണെന്ന് നിസ്സംശയം പറയാം. സോഷ്യൽ മീഡിയയിലും സിനിമയിലും മാത്രം കണ്ടിരുന്ന തീപ്പൊരി നേതാവിനെ അതേപടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയായിരുന്നു ഇപ്പോൾ ആം ആദ്മി പാർട്ടി വിട്ട് BJPയിൽ ചേർന്ന രാഘവ് ഛദ്ദ. അടുത്തിടെയായി രാഷ്ട്രീയ വിഷയങ്ങളെക്കാൾ ഉപരിയായി പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് പാർലമെന്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. ഓരോ മനുഷ്യരും വിളിച്ചു പറയണമെന്ന് കരുതുന്ന കാര്യം അദ്ദേഹം മുഖം നോക്കാതെ രാജ്യസഭയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കയ്യടി നേടി. പ്രതിർത്ത അവധി, വിമാനത്താവളങ്ങളിലെ ഭക്ഷണവില വർധനവ്, ഗതാഗതക്കുരുക്ക്, ആർത്തവ ശുചിത്വം, മൊബൈൽ കമ്പനികളുടെ 28 ദിവസത്തെ റീചാർജ് സംവിധാനം, മിനിമം ബാലൻസ് ഇല്ലാത്തതിന് ബാങ്കുകൾ ഈടാക്കുന്ന പിഴ, പഴച്ചാർ എന്ന പേരിൽ പഞ്ചസാര വെള്ളം വിൽക്കുന്നുവെന്ന ആരോപണം, ഡെലിവറി ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കുന്ന 10 മിനിറ്റ് ഡെലിവറി തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ശബ്ദമുയർത്തി. അത് വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാളിന്റെ വിശ്വസ്തനായിരുന്ന ഛദ്ദ AIP വിട്ട് BJPയിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് തുടക്കമാകുകയാണ്. പാർട്ടി വിട്ട് BJPയിലെത്തിയ രാഘവ് ഛദ്ദയ്ക്ക് BJP എന്ത് സ്ഥാനം നൽകും എന്നത് ചോദ്യമാണ്. 2015-ൽ ഡൽഹിയിൽ ആം ആദ്മി അധികാരത്തിലെത്തിയതിന് പിന്നാലെ 26-കാരനായിരുന്ന രാഘവ് ഛദ്ദയെ പാർട്ടിയുടെ ദേശീയ ട്രഷററായി നിയമിച്ചു. 2019-ൽ സൗത്ത് ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. 2020-ൽ പാർട്ടി അദ്ദേഹത്തിന് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല നൽകി. തുടർന്ന് പഞ്ചാബിൽ 92 സീറ്റ് നേടി ആം ആദ്മി അധികാരം പിടിക്കുന്നതിൽ അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. 2020-ൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രജീന്ദർ നഗർ മണ്ഡലത്തിൽ നിന്ന് രാഘവ് ഛദ്ദ തെരഞ്ഞെടുക്കപ്പെട്ടു. 2022-ൽ പഞ്ചാബിൽ നിന്ന് അദ്ദേഹം രാജ്യസഭാ അംഗമായി. രാഘവ് ഛദ്ദയുടെ നേതൃത്വത്തിൽ 3 രാജ്യസഭാ എംപിമാർ AIP വിട്ട് BJPയിൽ ചേർന്നത് അരവിന്ദ് കെജ്രിവാളിനും പാർട്ടിക്കും കനത്ത പ്രഹരമാണെന്ന് നിസ്സംശയം പറയാം. രാഘവ് ഛദ്ദയ്ക്കൊപ്പം പാർട്ടിയുടെ സംഘടനാ ചുമതലയുണ്ടായിരുന്ന സന്ദീപ് പഥക്, അശോക് മിത്തൽ എന്നിവരാണ് BJP ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചത്. ഇതിനു പുറമെ ഹർഭജൻ സിംഗ്, സ്വാതി മാലിവാൾ എന്നിവരടക്കം എംപിമാർ കൂടി ഉടൻ BJPയിൽ ചേരും. 10 എംപിമാരിൽ 7 പേർ പാർട്ടി വിടുന്നതോടെ അയോഗ്യതാ ഭീഷണി മറികടന്ന് ഔദ്യോഗികമായി പിളരാം എന്നാണ്. ഈ പിളർപ്പിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ 2025-ലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AIP നേരിട്ട കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിയുടെ പ്രധാന അജണ്ടകളിൽ നിന്ന് ഛദ്ദ അകന്നു തുടങ്ങിയിരുന്നു. കൂടാതെ AIP നേതൃത്വവും രാഘവ് ഛദ്ദയും തമ്മിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിലനിന്നിരുന്ന കടുത്ത അസ്വാരസ്യങ്ങൾ പ്രകടമാണ്. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായ സമയത്തെ ഛദ്ദയുടെ വിട്ടുനിൽക്കലും മൗനവും നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ നീക്കം. എന്നാൽ തന്നെ ഒതുക്കാൻ ശ്രമിച്ച നേതൃത്വത്തിന് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് രാജ്യസഭയിൽ സഞ്ജയ് സിംഗ് ഉൾപ്പെടെയുള്ള 3 പേരെ മാത്രം ബാക്കിയാക്കിയാണ് ഛദ്ദ പടിയിറങ്ങിയത്. രാജ്യസഭയ്ക്ക് പിന്നാലെ AIPയുടെ ഡൽഹി, പഞ്ചാബ് നിയമസഭാ കക്ഷികളിലും സമാനമായ പിളർപ്പുണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഛദ്ദ പക്ഷം ആരംഭിച്ചു കഴിഞ്ഞുവെന്നത് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന്റെ പോരാട്ടമായി മാറിയിരിക്കുന്നു. നിശബ്ദനാക്കപ്പെട്ടുവെങ്കിലും താൻ പരാജയപ്പെട്ടിട്ടില്ല എന്നായിരുന്നു അന്ന് രാഘവ് ഛദ്ദയുടെ പ്രതികരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ എക്കാലത്തും പാർലമെന്റിൽ ഉയർത്തിയ നേതാവാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തുകൊണ്ട് തന്നെ ആം ആദ്മി നിശബ്ദനാക്കുന്നു എന്നതും എക്സിൽ പങ്കുവച്ച പ്രതികരണത്തിൽ ഛദ്ദ ചോദിച്ചിരുന്നു. രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളിൽ ഛദ്ദ മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെ ഛദ്ദയുടെ Z+ സുരക്ഷ പഞ്ചാബ് സർക്കാർ പിൻവലിച്ചതും വലിയ വിവാദമായിരുന്നു. ജനകീയ പ്രശ്നങ്ങൾ ഉയർത്താൻ താൻ BJPക്കൊപ്പം ചേരുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 2012 മുതൽ പാർട്ടിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച നേതാവാണ് രാഘവ് ഛദ്ദ.
പഞ്ചാബിൽ AIP അധികാരം പിടിക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അദ്ദേഹത്തെ പോലൊരു നേതാവ് പാർട്ടി വിടുന്നത് ഡൽഹിയിലും പഞ്ചാബിലും AIPക്ക് വലിയ ക്ഷീണമുണ്ടാക്കും. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അടക്കം പ്രധാന പങ്ക് വഹിച്ചിരുന്നു അദ്ദേഹം. ചാർട്ടേഡ് അക്കൗണ്ടന്റായ രാഘവ് ചന്ദ ആം ആദ്മിയുടെ ദേശീയ വക്താവായി TV ചർച്ചകളിൽ അടക്കം തിളങ്ങി. മെയ് 4-ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്കൊപ്പം തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ MP-മാരുടെ BJP പ്രവേശം വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന ഉറപ്പാണ്. നേതാക്കളുടെ പടിയിറക്കം AIPയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അടുത്ത വർഷം പഞ്ചാബ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് സംസ്ഥാനത്ത് നിന്നുള്ള MP-മാർ അടക്കം പാർട്ടി വിട്ടത്. അതേസമയം 7 പേരും BJPയിൽ എത്തുന്നതോടെ രാജ്യസഭയിൽ BJP MP-മാരുടെ എണ്ണം 106-ൽ നിന്ന് 113-ആയി ഉയരും. പഞ്ചാബിലെ AIP സർക്കാരിനെ അടക്കം ഈ കൂറുമാറ്റം ബാധിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ നാടകീയ സംഭവങ്ങൾക്ക് സാധ്യതയുണ്ട്. ലയനം BJPക്ക് വലിയ മുന്നേറ്റം നൽകുമ്പോൾ AIPക്ക് അവരുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാക്കിയിട്ടുമുണ്ട്.